السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، സഹോദരങ്ങളെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി എന്ന സൂറത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുസ്ലിമീങ്ങളുടെ ചില വിശേഷണങ്ങൾ പറയുകയാണ്. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. അവർ ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ്. തആം അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും എടുത്തു പറഞ്ഞു. പൈസ കൊടുക്കുന്നത് പോലെ തആം പറഞ്ഞു. ചില സമയത്ത് ചില കഫാറത്തുകൾ, ചില പ്രായശ്ചിത്തങ്ങൾ അത് തആമാണ്, ഭക്ഷണം കൊടുക്കലാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള നാണയങ്ങൾ, പൈസ, ഇത് ഒരാളുടെ കീശയിൽ മുഴുവൻ പൈസ ഉണ്ടായാലും അവനാവശ്യമുള്ള ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരാം. ഇതെല്ലാ സമയത്തും വിലയുണ്ടാകുന്ന സംഗതിയല്ല നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഏത് സമയത്തും തആം അത് വളരെ അത്യാവശ്യമുള്ളതാണ്. യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തആം കൊടുക്കുന്നവരാണ് അവർ. മിസ്കീനൻ വയതീമൻ വഅസീറ, മിസ്കീനനും യതീമിനും അസീറിനും. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അവർ പറയും ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടിയാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല ജസാഅൻ വലാ ശുക്കൂറ, ഒരു ജസാ, ഒരു പ്രതിഫലമോ, വലാ ശുക്കൂറ, ഒരു നന്ദിയോ ഉദ്ദേശിക്കുന്നില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ إنا نخاف من ربنا يوما عبوسا قمطريرا. إنا نخاف من ربنا, إنا نخاف ഞങ്ങൾ ഭയപ്പെടുന്നു, من ربنا ഞങ്ങളുടെ റബ്ബിൽ നിന്ന്, യൗമൻ ഒരു ദിവസത്തെ, അബൂസൻ ഖംതരീറ, ആ ദിവസത്തെ പ്രത്യേകതയാണ് അബൂസൻ, അത് അബൂസിന്റെ ദിവസമാണ്. ഖംതരീറ എന്താണ് ഈ രണ്ട് വാക്കിന്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഒരു റിവായത്ത് ഇബ്ൻ കസീർ തന്റെ തഫ്സീറിൽ എടുത്തു കൊടുക്കുന്നു. അബൂസൻ എന്ന് പറഞ്ഞാൽ ദയ്യിഖൻ, ഇടുങ്ങിയ ദിവസം അഥവാ പ്രയാസത്തിന്റെ ദിവസം. ഖംതരീറ, ഖംതരീർ എന്നാൽ തവീലൻ, നീണ്ടു നിൽക്കുന്ന ദിവസം. وذلك أشد الأيام وأطولها في البلاء والشدة, അതാണ് പ്രയാസവും അതുപോലെ പരീക്ഷണവും കൊണ്ട് കടുത്തതും നീണ്ടതുമായ ദിവസം. ആ ദിവസത്തെ പ്രയാസം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇതാണ് ആഖിൽ, ബുദ്ധിയുള്ളവൻ ഇങ്ങനെയാണ് ചെയ്യുക. കാരണം ഈ ദുനിയാവിന്റെ മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ, ദുനിയാവിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളത്, ദുനിയാവ് തുടങ്ങിയ അന്ന് മുതൽ അവസാനം വരെയുള്ള അത് മുഴുവൻ കൂട്ടിവെച്ചാലും
പരലോകത്തെ ഒരു നഫസ്, ഒരു 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 ശ്വാസം പുറത്തേക്ക് വിടുന്ന അത്ര പോലും വിലയില്ലാത്തതാണ് ദുനിയാവിന്റെ തുടക്കം മുതൽ അവസാനം വരേക്കും. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഉംർ, അയാളുടെ വളരെ നിസ്സാരമായ കാലം, ദിവസം, അത് ഖിയാമത്ത് നാളിനെ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആളുകൾ അവിടെ ഈസാറ് ചെയ്യും. പരലോകത്തെയാണ് അവർ പ്രാധാന്യം കൊടുക്കുക, മുൻതൂക്കം കൊടുക്കുക. കാരണം ഈ ജീവിതമാകട്ടെ ഒരു കച്ചവടമാണ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവൻ മുഅ്മിനുകളിൽ നിന്ന് അവരുടെ സമ്പത്തും സന്താനങ്ങളും വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഏറ്റവും വലിയ ലാഭമാണ് സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് നൽകുന്നത്, സ്വർഗം നൽകുന്നതിലൂടെ. ഈ കച്ചവടം ഉറപ്പിക്കാൻ നമ്മളിലേക്ക് വന്നിട്ടുള്ള സഫീർ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഫീർ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ, നിങ്ങൾ ആരാണ് വാങ്ങുന്നത്, എന്താണ് കിട്ടാൻ പോകുന്നത്, ആരാണ് ഈ കച്ചവടം വന്ന് ഉറപ്പിച്ചത്, ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. അല്ലാഹുവിന്റെ സിൽഅ അഥവാ വാങ്ങാനുള്ള ചരക്ക്, അതിനാണ് സിൽഅ എന്ന് പറയുക. അത് ഗാലിയ, അത് വളരെ വിലയുള്ളതാണ്, വളരെ വിലയേറിയതാണ്. ഇപ്പം ബുദ്ധിയുള്ള മുഅ്മിനുകൾ അവരൊരിക്കലും ഈ നശ്വരമായ ദുനിയാവിന് അവർ പ്രാധാന്യം കൊടുക്കുകയില്ല. ഇതിനു വേണ്ടി ഏറ്റവും വലിയ ലാഭം അവർ നശിപ്പിച്ചു കളയുകയില്ല. ഇന്ന നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരിറ. നീണ്ടു നിൽക്കുന്ന പ്രയാസത്തിന്റെ ദിവസം, അത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഭയപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറ. ഫവഖാഹും, വഖാ എന്നാൽ രക്ഷിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്തത്, വഖിനാ അദാബന്നാർ, വഖിനാ അദാബന്നാർ. വഖാ എന്നാൽ രക്ഷിച്ചു, അതിന്റെ മുദാരിയാണ് യഖീ. രക്ഷിക്കണേ എന്ന് പറയണമെങ്കിൽ അറബിയിൽ ഒരൊറ്റ ഹർഫ് പറഞ്ഞാൽ മതി, ഖീ എന്ന് പറഞ്ഞാൽ മതി. രക്ഷിക്കണേ എന്നായി. ഖിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണേ. അവിടെ വാവ്, അവിടെയുള്ള വാവ് അത് ആത്തുഫിന്റെ വാവാണ് എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പുള്ള വാക്കിലേക്ക് കൂട്ടാൻ വേണ്ടി, അഥവാ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറയാനാണ്. അല്ലെങ്കിൽ രക്ഷിക്കണം എന്ന് പറയാൻ അറബിയിൽ ഒരു ഹർഫ് മതി, ഖീ എന്ന് പറഞ്ഞാൽ മതി. ഖാഫിനൊരു കെസറിട്ടാൽ ഖീ എന്ന് പറഞ്ഞാൽ രക്ഷിക്കണം എന്നാണ്. വഖിനാ അദാബന്നാർ. വഖാ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഫവഖാഹും, അപ്പോൾ അവരെ രക്ഷിച്ചു അല്ലാഹു ശർറ ദാലികൽ യൗം, ആ ദിവസത്തിന്റെ ഷർറിൽ നിന്ന്. ശർറ ദാലികൽ യൗം, ആ ദിവസത്തിന്റെ ഷർറിൽ നിന്ന്. വലഖാഹും, എന്നിട്ട് അല്ലാഹു അവർക്ക് നൽകി. വലഖാഹും, അല്ലാഹു അവർക്ക് നൽകി. നദ്റതൻ വസുറൂറ. നദ്റ എന്നാൽ ശരീരത്തിൽ കാണുന്ന, മുഖത്ത് കാണുന്ന സന്തോഷത്തിനാണ് നദ്റ എന്ന് പറയുക. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ആദ്യം പറഞ്ഞതിൽ ബാദാണ്, രണ്ടാമത്തതിൽ ലാ ആണ്. വുജൂഹു യൗമഇദിൻ നാദിറ, ലാദ്. അഥവാ ആ മുഖങ്ങൾ, ചില മുഖങ്ങൾ അന്ന് സന്തോഷമുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവിടെ ലാ ആണ്. തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا. അള്ളാഹു അവരെ ആ ദിവസത്തിന്റെ ഷർറിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് നദ്റത്തും സുറൂറും നൽകുകയും ചെയ്തു. നദ്റത്ത് എന്നാൽ ശരീരത്തിൽ, മുഖത്ത് കാണുന്ന സന്തോഷം. സുറൂർ എന്നാൽ ഖൽബിലുള്ള സന്തോഷം. വലഖാഹും നദ്റതൻ വസുറൂറാ. ഇമാം ഇബ്നു കസീർ പറയുന്നു, ആമനഹും മിമ്മാ ഖാഫൂ മിൻ, അവർ ഭയപ്പെട്ടത് അതിൽ നിന്ന് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി. ഇന്ന് പേടിക്കേണ്ടതില്ല, ഇന്നിന് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നാണ് മരണസമയത്ത് പോലും അവരോട് മലക്കുകൾ വന്ന് പറയുന്നത്. അവരോട് മലക്കുകൾ വന്ന് പറയുന്നത്, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല,
നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് മരണസമയത്ത് അവരോട് മലക്കുകൾ ഒന്ന് പറയുന്നത്. എന്നാൽ മുഅ്മിനുകളല്ലാത്ത ആളുകൾക്ക് നേരെ തിരിച്ചിട്ടാണ്. അവരോട് മലക്കുകൾ വന്ന് പറയുക മോശമായ വാക്കാണ്. നീ അള്ളാഹുവിന്റെ സഖത്തിലേക്കും ഗളബിലേക്കും അള്ളാഹുവിന്റെ കോപത്തിലേക്കും അവന്റെ വെറുപ്പിലേക്കും നീ പോയിക്കൊള്ളുക എന്നാണ് മലക്കുകൾ അവരോട് പറയുക. അവർക്ക് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധ്യമല്ല. കാരണം എന്താണ്? അവരുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഷത്റഞ്ച് ചതുരംഗം, ചെസ് കളിക്കുക. അതിന്റെ പാടില്ലാത്ത കളിയാണ്. വളരെ കടുത്ത വിലക്ക് വന്നിട്ടുള്ളതാണ് ആ കളി, ഷത്റഞ്ച്. അത് കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരുടെ മരണസമയത്ത് അതിലെ ചില വാക്കുകളാണ് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകൾ തൽഖീൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് അതിലെ വാക്കുകളാണ്. കച്ചവടത്തിൽ മുഴുകി ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ ദീൻ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ എന്താണ് ശരിയായ അഖീദ, എന്താണ് ശരിയായ എനിക്ക് നിർബന്ധമായ അമൽ, എന്തൊക്കെയാണ് ഞാൻ ഒഴിവാക്കേണ്ട ഹറാമുകൾ, ഇതൊന്നും അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ മരണസമയത്ത് ആളുകൾ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവന്റെ കച്ചവടത്തിന്റെ കാര്യം പറയുകയാണ്. ചില ആളുകൾ പറയുന്നു അനല അസ്തതിയ, എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത് പറയാൻ അവന് കഴിയുന്നുണ്ട്, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ നാവിലൂടെ വരുന്നില്ല. എങ്ങനെ സാധിക്കാനാണ്? കാരണം അവന്റെ ഹയാത്തിൽ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തി അവന്റെ കയ്യിനും കാലിനും കൽബിനുമെല്ലാം ഉള്ള സമയത്ത്, കൽബ് ഏറ്റവും ശക്തി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഹക്ക് പഠിക്കാനും ഹക്ക് സ്വീകരിക്കാനും ഒക്കെ അവന് ഊർജവും ഉന്മേഷവും ഒക്കെ അള്ളാഹു നൽകിയ കാലത്ത് അവനതിന് മെനക്കെട്ടിട്ടില്ല. ശൈത്താന്റെ കെണിയിൽപ്പെട്ട് നടന്നു. പിന്നെങ്ങനെയാണ് അവന്റെ കണ്ണിനും കാതിനും കൽബിനൊക്കെ ഏറ്റവും ദഅഫ് അഥവാ ദൗർബല്യം, ക്ഷീണം, അതുപോലെ അവന്റെ കരുത്തൊക്കെ ചോർന്നു പോയിട്ട് അവനാകെ തളർന്നു കിടക്കുകയാണ്. ഏത് സമയത്ത്? മരിക്കാൻ പോണ സമയത്ത്. ആ സമയത്ത് പിന്നെ എങ്ങനെ അവന് ശൈത്താന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? അവൻ നല്ല ഖുവ്വത്തുള്ള സമയത്ത് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെങ്ങനെയാണ് അവൻ ദുർബലനായ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കുക? മാത്രാണോ ആ സമയത്ത് ശൈത്താൻ അവന്റെ സകല കൂട്ടാളികളെയും അവന് സാധിക്കാൻ പറ്റുന്ന എല്ലാ കരുത്തും സംഭരിച്ചിട്ടാണ് ഒരുത്തന്റെ മരണസമയത്ത് ശൈത്താൻ അവന്റെ ചുറ്റുണ്ടാകുക. കാരണം എന്താ? ഈ സമയത്താണ് ഇവനെ കിട്ടേണ്ടത്. ഇതാണ് ഇവന്റെ ആഖിർ വഖ്ത്, ഇവന്റെ അവസാന അമൽ ഇതാണ്. ഇതുമായിട്ടാണ് ഇവൻ അള്ളാഹുവിലേക്ക് ചെല്ലുക. ഇതിലായിക്കൊണ്ടാണ് അള്ളാഹു ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് ശൈത്താൻ അവന്റെ സകല കെണിയും ഒരുക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് എങ്ങനെയാണ് ജീവിതം നന്നാക്കാത്തവന് സാധിക്കുക? ആ സമയത്താണ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി الثابت ഫിൽ ഹയാത്തി الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. അള്ളാഹു പറഞ്ഞു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി الثابت. അള്ളാഹു മുഅ്മിനുകളെ ഉറപ്പിച്ചു നിർത്തും ബിൽ ഖൗലി الثابت, ഉറച്ച വാക്കുകൊണ്ട്, ഫിൽ ഹയാത്തി الدنيا وفي الآخرة, ഈ ലോകത്തും പരലോകത്തും. അതേതാണ് ഈ ലോകത്ത്? അഥവാ അതാ മരണത്തിന്റെ സമയം, ഖബറിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. വയുദില്ലുല്ലാഹു الظالمين, അക്രമികൾ അള്ളാഹു തെറ്റിച്ചു കളയും. അവന് പറയാൻ സാധിക്കുകയില്ല, അവന് ഹക്കിൽ നിൽക്കാൻ. കാരണം അവന് ഊർജമുള്ള സമയത്ത് അവനത് പാഴാക്കി കളഞ്ഞു. അവന്റെ ജീവിതം അവൻ പലതിലും തുലച്ചു കളഞ്ഞു. പിന്നെ അങ്ങനെ മരണസമയത്ത് അവന് പറയാൻ സാധിക്കും? യഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. മുഅ്മിനുകൾ അവർ അള്ളാഹുവിൽ നിന്ന് ഈ ദിവസത്തെ ഭയപ്പെട്ടതുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകും നദ്റത വസുറൂറ. നദ്റത്തും സുറൂറും. നദ്റത്ത് എന്നാൽ ശരീരത്തിലാണ്, സുറൂർ എന്നത് ഖൽബിലാണ്. نظرة أي في وجوههم يقول ابن كثير نظرة أي في وجوههم وسرورا في قلوبهم. نظرة മുഖങ്ങളിലാണ്, സുറൂർ ഖൽബിലാണ് സുറൂർ. നദ്റ അത് മുഖത്താണ്. ഖൽബിലെ ഈ നൂറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തേക്ക് കൂടിയെത്തിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഖൽബിൽ നൂറുണ്ട്, ഖൽബിൽ ഇരുട്ടുമുണ്ട്.
പാപങ്ങൾക്കനുസരിച്ച് കൽബ് ഇരുണ്ടിരുണ്ടു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അദ്നബൽ അബ്ദു കാനത് നുക്തതൻ സൗദാഅ ഫി ഖൽബിഹി. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും. വഇൻ താബ വസ്തഗ്ഫർ സുഖില ഖൽബുഹു. അവൻ തൗബ ചെയ്ത് ആ തെറ്റ് ഒഴിവാക്കി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന്റെ കൽബ് ശുദ്ധമാകും. എന്നാൽ അവൻ വീണ്ടും വീണ്ടും തെറ്റാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അലാ ഖൽബ, അവന്റെ കൽബിലേക്ക് അത് നിറയും. കൽബ് ഒന്നാകെ കറുത്തുരുണ്ടു പോകും. ആ കറുപ്പ് അത് ചില ആളുകളുടേത് അത് പുറത്തേക്ക് വെളിപ്പെടും, ചില ആളുകളുടേത് വെളിപ്പെടുകയില്ല. എന്നാൽ ഇതാണ് പുറത്തേക്ക് വരുന്നതെന്നാണ്. ഖിയാമത്ത് നാളിൽ അത് പുറത്ത് വെളിവാകും. ഈ കറുപ്പ് പുറത്തേക്ക് വെളിവാകും. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്. അന്ന് ചില മുഖങ്ങൾ വെളുക്കും, ചില മുഖങ്ങൾ കറുത്തുരുണ്ടു പോകുമെന്നാണ്. അള്ളാഹു നദറത്തും സുറൂറും ഈ മുഅ്മിനുകൾക്ക് പകരം നൽകുകയാണ്. വജസാഹും, അള്ളാഹു പറയുന്നു, വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. വജസാഹും, അള്ളാഹു അവർക്ക് ജസാ നൽകി അഥവാ പ്രതിഫലം നൽകി. ബിമാ സബറു, അവർ സബർ കാണിച്ചതിനാൽ, അവർ ക്ഷമിച്ചതിനാൽ. സബർ അത് 3 കാര്യത്തിലാണ് വേണ്ടത്. ഒന്ന്, ഫിത്താഅത്ത്, അള്ളാഹുവിനെ അനുസരിച്ച് അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു സബർ വേണം. 2, അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാൻ സബർ വേണം. 3, അവന്റെ അഖ്ദാർ, അവന്റെ ഖദറുകളിൽ, അവന്റെ വിധിയിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലെല്ലാം സബർ വേണം. ഈ 3 കാര്യത്തിൽ സബർ വേണ്ടതാണ്. വജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ നാം അവർക്ക് പ്രതിഫലം നൽകി. ജന്നത വഹരീറ, ജന്നത്തും ഹരീറും. ഹരീർ ജന്നത്ത് അവർ താമസിക്കുന്ന അവരുടെ സ്വർഗമാണ്. ഹരീർ അവർ ഉടുക്കുന്ന വസ്ത്രമാണ്, പട്ടുവസ്ത്രമാണ് ഹരീർ. ജന്നതൻ വഹരീറ. യഖൂൽ ഇബ്നു കസീർ ബിസബബി സബ്രിഹിം, അവരുടെ സബർ കാരണത്താൽ അതാഹും, അല്ലാഹു അവർക്ക് നൽകി. വനവ്വലഹും വബവ്വഅഹും ജന്നതൻ വഹരീറ ഐ മൻസിലൻ റഹ്ബ വഐശൻ റഗ്ദ വലിബാസൻ ഹസന. ഏറ്റവും സുഖമുള്ള, ഏറ്റവും വിശാലമായ താമസ സ്ഥലം, അതുപോലെ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം, ഇത് അള്ളാഹു അവർക്ക് നൽകി. അബൂ സുലൈമാൻ അദ്ദാറാനി എന്നു പേരുള്ള ഒരു താബിഅ ഉണ്ടായിരുന്നു, അബൂ സുലൈമാൻ അദ്ദാറാനി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാള് അദ്ദേഹം ഈ സൂറത്ത് കേൾക്കുകയാണ്. അങ്ങനെ ഈ ആയത്തിന്റെ അടുത്തെത്തി. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ എന്ന ആയത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിമാ സബറു അലാ തർക്കി ശഹവാത്ത്, അവരുടെ ഷഹവാത്ത് ഉപേക്ഷിക്കുന്നതിൽ അവർ സബർ കാണിച്ചു. ഷഹവാത്ത് എന്താണ്? ദേഹേച്ഛകൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. ഈ നഫ്സ് അത് നമ്മളെ വഞ്ചിച്ചു കളയും. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. അള്ളാഹു പറഞ്ഞു, നഫ്സ് അത് അമ്മാറത്താണ്, കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, മോശം ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പുറത്തുനിന്നുള്ള നമ്മളെ ശത്രുവാണ് ശൈത്താൻ. ആ ശത്രുവിനെ സഹായിക്കാൻ അകത്തൊരാളുണ്ടായാലോ, അതാണ് നഫ്സ്. പുറത്തുനിന്നുള്ള ശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താനെ നമ്മൾ അകത്തുനിന്നൊരു സഹായി അതിനുണ്ടായാൽ അത് വളരെ അപകടമാണ്. ആ സഹായിയാണ് അന്നഫ്സുൽ അമ്മാറ, തെറ്റുകൾക്ക് കൽപ്പിക്കുന്ന നമ്മുടെ നഫ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ റബ്ബിന്റെ മഖാം ഭയപ്പെടുകയും തന്റെ നഫ്സിന്റെ ഹവയിൽ നിന്ന് തടയുകയും ചെയ്തത്, ആ നഫ്സ് നമ്മളതിനെ കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ കീഴ്പ്പെടുത്തും. അതിന്റെ മാലിക് നമ്മളായിരിക്കണം, അതിന്റെ ഉടമസ്ഥൻ യജമാനൻ നമ്മളായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മെ കയറി ഭരിക്കുന്നതാണ്. അതിനെ തോൽപ്പിക്കലാണ് ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ സുർഅ അവനല്ല ശക്തൻ. സുറാത്ത് നടത്താന്ന് പറഞ്ഞാൽ ഒരാളെ മൽപ്പിടുത്തത്തിൽ കീഴ്പ്പെടുത്തുക, അവനല്ല ശക്തിയുള്ളത്. പിന്നെ ആർക്കാണ് ശക്തിയുള്ളത്? അല്ലദീ യംലികു നഫ്സഹു, സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ്. യംലികു, നഫ്സിന്റെ മാലിക്കാരാണ്, അവനാണ് ശദീദ്. ഇൻദൽ ഗളബ്, ഗളബുള്ള സമയത്ത്, ഗളബ് പോലെ തന്നെയാണ് ശഹ്വത്തും. ഗളബും ശഹ്വത്തും, ഗളബും ശഹ്വത്തും, ഈ 2 തെറ്റുകളാണ് ശിർക്ക് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്.
ഖളബും ഷഹ്വത്തും. ഖളബ് നോക്ക്, അത് കൂടിപ്പോയാൽ നമ്മളെ ഏതിലേക്ക് എത്തിക്കും? കൊലപാതകത്തിലേക്ക് എത്തിക്കും. ഷഹ്വത്ത് അത് കൂടിയാൽ അത് നമ്മെ എവിടെ എത്തിക്കും? വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗരതിയിലേക്ക് എത്തിക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അവർ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ നല്ലവരായ അടിമകൾ, അവർ അല്ലാഹുവോടൊപ്പം ഒരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കില്ല. അതാണ് ശിർക്ക്. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ കൊലപ്പെടുത്തുകയില്ല അതിന്റെ ഹക്കോടുകൂടി അല്ലാതെ. വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് സഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അല്ലാഹുവിന് സമനം ഉണ്ടാക്കലാണ്. പിന്നെ ഏതാണ്? അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക, നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്, നിന്റെ കൂടെ തിന്നും എന്നത് പേടിച്ചുകൊണ്ട്. ചെലവ് പേടിച്ച്, ദാരിദ്ര്യം പേടിച്ച് കുട്ടിയെ കൊല്ലുക, കൊലപാതകം. പിന്നെ ഏതാണ്? അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കാന്നുള്ളത്. വ്യഭിചാരം അത് ചിലതിനേക്കാളും കടുപ്പമുള്ളതാണ്. വിവാഹിതയായ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും കടുത്തതാണ്, അവിവാഹിതയായ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും കടുത്തതാണ് വിവാഹിതയെ വ്യഭിചരിക്കാനുള്ളത്. അതിനേക്കാളും കടുത്തതാണ് നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കാന്നുള്ളത്. അതിനേക്കാളും കടുത്തതാണ് ഈ അയൽവാസി നിന്റെ ബന്ധുവാണെങ്കിൽ. അതിനേക്കാളും കടുക്കും നിന്റെ അയൽവാസി പോയിട്ടുള്ളത് അള്ളാഹുവിന്റെ താഅത്തിന്, അവൻ ശരിയായ ഒരു ഖൈറായ ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ്. ആ സമയത്ത് നീ അവനെ വഞ്ചിക്കുകയാണ്, നീ അവന്റെ ഭാര്യയെ അവളുമായി വ്യഭിചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിഹാദിന് പോയിട്ടുള്ള, യുദ്ധത്തിന് പോയിട്ടുള്ള സഹാബത്ത്, അവരുടെ ഭാര്യമാർ അവരുടെ വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ എങ്ങാനും ആരെങ്കിലും ചതിച്ചാൽ, അവരുടെ ഭാര്യമാരെ ആരെങ്കിലും അവരുമായി മോശമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ കൊണ്ടുവരും, ഈ ചതിക്കപ്പെട്ട ആളെയും കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അവനോട് പറയും, നിനക്ക് ഇവന്റെ അമലിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ ളന്നുക്കും, നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ പകരം വീട്ടും? എങ്ങനത്തെ പകരമായിരിക്കും അപ്പൊ വീട്ടുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ അവന്റെ അമൽ മുഴുവൻ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സല്ലല്ലാഹു ഒരാള് എന്തു ചെയ്യും? തന്റെ ഭാര്യയെ വ്യഭിചരിച്ച, തന്നെ ചതിച്ചവനെ ഖിയാമത്ത് നാളെ അല്ലാഹു കാണിച്ചു തരികയാണ്. ആ ഖിയാമത്ത് നാളാകട്ടെ സ്വന്തം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും സ്വന്തം മക്കളിൽ നിന്നും ഒരു അമൽ എനിക്ക് കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സമയമാണത്. ആ സമയത്ത് ഒരു ശത്രുവിനെ അള്ളാഹു കാണിച്ചു കൊടുത്തു. നമുക്ക് ദുനിയാവിൽ നമ്മോട് ദുൽമ ചെയ്ത ഒരാളെ കാണിച്ചിട്ട് വേണ്ടത്ര എടുത്തോളൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ, ഫമാ ളന്നുക്കും, നിങ്ങളുടെ വിചാരം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നതുപോലെ ശഹ്വത്തും ഖളബും, ഇത് നമ്മളെ ശിർക്ക് കഴിഞ്ഞാൽ കടുത്ത പാപത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ആ രണ്ട് പാപത്തിന് ഇസ്ലാമിലെ ശിക്ഷാമുറകളിൽ ഏറ്റവും കടുത്ത ശിക്ഷയുള്ളത്. ഇസ്ലാമിലെ ശിക്ഷകൾ അത് 3 നിലക്കാണുള്ളത്. ഒന്ന് ഖത്ലാണ്, കൊല്ല. ഇസ്ലാമിലെ ശിക്ഷാമുറകൾ അഥവാ ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കേണ്ട ശിക്ഷകൾ 3 ആണുള്ളത്. 3 ഇനങ്ങളാണ്. ഒന്ന് ഖത്ൽ, കൊല്ലുക. 2 ഖത, മുറിച്ചു കളയുക. 3 ജൽദ്, അടിക്കുക. ഈ 3 ശിക്ഷകൾ മാത്രമല്ല, ഇത് 3ഉം പല ഇനങ്ങളിലായി വരുന്നു മാത്രം. ഇതിലേറ്റവും കടുത്തതാണ് ഖത്ൽ, കൊല്ലുക എന്നുള്ളത്. അത് ഇതാ നോക്കൂ നിങ്ങൾ, ഒന്നാർക്കാണ് അതുള്ളത്? മുർത്തദ്ദിനാണ്, ഇതിൽ നിന്ന് പുറത്തേക്ക് പോയവൻ. അത് കുഫറാണ്, ഇസ്ലാമെന്ന് പുറത്തു വന്ന പേര്. പിന്നെ ആർക്കാണുള്ളത്? വ്യഭിചാരിക്കാനുള്ളത്, അതുപോലെ കൊലപാതകിക്കാനുള്ളത്. അപ്പൊ ശിർക്കിനോട് അടുത്ത് നിൽക്കുന്ന തെറ്റുകളാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ശഹ്വത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട ആളുകളാണ്, അവർ ക്ഷമിച്ച ആളുകളാണ്. ജസാഹും ബിമാ സബറു. അബൂ സുലൈമാൻ ഉദ്ദാറാനി പറയുന്നു, അവർ ശഹ്വാത്തിൽ നിന്ന് ക്ഷമിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു കവിത പാടുകയുണ്ടായി. കം ഖതീലുൻ ബിശഹ്വത്തിൻ വഅസീറുൻ ഉഫിൻ മിൻ മുഷ്തഹിൻ ഖിലാഫൽ ജമീൽ ശഹ്വാത്തുൽ ഇൻസാനി തൂരിസുഹു الذل وتلقيه في البلاء الطويل.
കം ഖതീലുൻ, എത്ര എത്ര കൊല്ലപ്പെട്ട ആളുകളാണുള്ളത്. ബിശഹ്വത്തിൻ വഅസീർ, ശഹ്വത്തിനാൽ കൊല്ലപ്പെട്ടവൻ, ശഹ്വത്തിനാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ മഅസിയത്ത്, അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കുക എന്നത് നമ്മുടെ കൽബിനെ കൊന്നുകളയും. ഒരാളുടെ ജീവിതം, ഒരാൾ ജീവിച്ചു എന്ന് പറയുന്നത് അയാളുടെ കൽബിന് ജീവനുള്ളടുത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു കുഫാറുകളെ, കാഫറുകളെ ആരോട് ഉപമിച്ചിട്ടുള്ളത്? ഖുർആനിൽ എത്ര ആയത്ത് നോക്കുങ്ങൾ മയ്യിത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്, ജീവനില്ലാത്തതിനോട്. അവന് ഹയാത്തില്ല, കാരണം അവന്റെ കൽബ് ചത്തിരിക്കുന്നു. കൽബിനാണ് ഹയാത്തുള്ളത്, കൽബിനാണ് സആദത്തുള്ളത്, സൗഭാഗ്യവും സന്തോഷവും എല്ലാം എന്തിനാണുള്ളത്? കൽബിനുള്ളത്, കൽബിനാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബിനാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കൽബ് ചത്തുപോയിരിക്കുന്നു. അതുപോലെ കൽബ് അവൻ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഷഹവാത്തിന്റെ, അവന്റെ ദേഹേച്ഛയുടെ ബന്ധനത്തിൽ അവനായിരിക്കുന്നു. ഉഫിം മിൻ മുഷ്തഹിൻ ഖിലാഫൽ ജമീൽ, വളരെ ജമീലായ, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നല്ല സ്വർഗത്തിന് പകരമായി ഇവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അവന്റെ വെറും ദുനിയാവിലെ തുച്ഛമായ വില കുറഞ്ഞ ആഗ്രഹങ്ങൾ. കാരണം അവന്റെ കൽബ് വളരെ നിലവാരം കുറഞ്ഞതാണ്. നിലവാരമുള്ള കൽബ്, ആ കൽബ് അള്ളാഹുവിന്റെ അർശിന് ചുറ്റുമായിരിക്കും ഏത് സമയത്തും എന്ന് പറഞ്ഞാൽ അവൻ മുകളിലുള്ളതാണ് ചിന്തിക്കുക. എന്നാൽ നിലവാരമില്ലാത്ത കൽബ്, അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൽബ് എവിടെയാണ്? എപ്പോഴും മാലിന്യങ്ങൾക്ക് ചുറ്റുമായിരിക്കും, വൃത്തികെട്ട കാര്യങ്ങൾ. ഷഹവാത്തുൽ ഇൻസാനി തൂരിസുഹു ദുൽ വതുൽഖീഹി ഫിൽ ബലാഇ തവീൽ, മനുഷ്യന്റെ ഷഹവാത്ത്, മനുഷ്യന്റെ ദേഹേച്ഛകൾ അവനെ നിന്ദനാക്കി കളയും. വതുൽഖീഹി ഫിൽ ബലാഇ തവീൽ, അവനെ നീണ്ടു നിൽക്കുന്ന പരീക്ഷണത്തിൽ അകപ്പെടുത്തി കളയും. മാസിയത്തുകൾ, അവന്റെ തെറ്റുകളാണ് നമ്മുടെ സകല ഷർറിനും കാരണം. കൽബ് മരിച്ചുപോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക? കൽബ് ചത്തുപോയാൽ ഒരു ഹക്ക് കേട്ടാൽ, ഒരു ഖൈറ് കേട്ടാൽ സ്വീകരിക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല. ഹക്ക് കേട്ടാൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. പിന്നെ എന്ത് കാര്യം ആ കൽബിനെ കൊണ്ട്? ആ കൽബ് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. ഇനി ഈ ജന്നത്തിന്റെ, ആ സ്വർഗത്തിലുള്ള സുഖങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മുത്തകിഈന ഫീഹാ അലൽ അറായിക്, മുത്തകിഈന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. അല്ലാഹു പറയുന്നു മുത്തകിഈന ഫീഹാ, അവരവിടെ മുത്തകിഈൻ, ഇത്തക എന്നാൽ ചാരിയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതാണ് ഖൈർ. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ശ്രേഷ്ഠകരം എന്താണ്? ചാരിയിരിക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. മുത്തക്കി എന്നാണ് പറയുക, ചാരിയിരിക്കുന്നത്. മുത്തക്കിഈൻ, അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർ സന്തോഷത്തിലും സുഖത്തിലും ആശ്വാസത്തിലുമാണ് എന്നതിനുള്ള സൂചനയാണ് അവരെങ്ങനെ ഇരിക്കുക എന്നുള്ളത്. ചാരിയിരിക്കാൻ, മനസ്സിലെന്തെങ്കിലും ബേജാറുള്ള ഒരാൾക്ക് അങ്ങനെ സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. അവന് ചിലപ്പോൾ ഇരിക്കാൻ തന്നെ കഴിയില്ല, ഇരിക്കാൻ തന്നെ സാധിക്കുകയില്ല. മറിച്ച് അവന്റെ തുമഅനീന, അവരുടെ മനസ്സിലുള്ള ശാന്തിയും സന്തോഷവും ആശ്വാസവും സൂചിപ്പിക്കുന്നതാണ് മുത്തഖീൻ, ഒരു ചാരിയിരിക്കുന്ന ആളുകളാണ്. അലൽ അറായിക്, അറായിക് എന്നാൽ അരീക എന്ന വാക്കിന്റെ ജംആണ് അറായിക്, അരീകത്തുൻ. നമ്മൾ മലയാളം തന്നെയാണ് സോഫ ഇംഗ്ലീഷോ മലയാളം? മലയാളത്തിലും അങ്ങനെ കാണാറുണ്ട്. അപ്പൊ സോഫ എന്ന് പറയാറുണ്ട്, അറായിക്. ഏതായാലും അരീക്കത്തിന്റെ അർത്ഥം മുഫസ്സിറുകൾ പറയുന്നത് ഹജല എന്ന് പറയുന്ന ഒരു ഇരിക്കാനുള്ള സ്ഥലമാണ് ഈ അറായിക്. ഹജല എന്നാൽ ഹുവ ബൈതുൻ കൽ ഖുബ്ബ യുസ്തറു ബിസിയാബി വയകൂനു ലഹു അസ്റാറുൻ കിബാർ. അത് ഇരിക്കാനുള്ള സ്ഥലവും അതിന്റെ മുകളിൽ ഒരു കുബ്ബ പോലെ അതിന്റെ മുകളിൽ മറയുണ്ടാവും. അതിന് സിയാബുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കർട്ടനുകൾ. അത് തമ്മിൽ യോജിപ്പിക്കാൻ വലിയ വലിയ അസ്റാർ, ബട്ടൺസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ ഇരിപ്പിടം, അരീക്ക എന്ന് പറഞ്ഞാൽ. അതാണ് അറായിക്.
സ്വർഗത്തിൽ അതീവ സുന്ദരമായ അതീവ സുഖമുള്ള അരീക്ക, അതിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. ലാ യറൗന ഫീഹാ, അവരവിടെ കാണുകയില്ല, ശംസൻ വലാ സംഹരീറ, ശംസും കാണുകയില്ല സംഹരീറും കാണുകയില്ല. ശംസ് എന്ന് സൂര്യൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുക, ചൂടെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ആ അർത്ഥത്തിലാണ്. അവർക്കവിടെ ചൂടുണ്ടാവുകയില്ല. വല സംഹരീറ, കൊടും തണുപ്പും ഉണ്ടാവുകയില്ല. അഥവാ ലൈസ ഇൻദഹും ഹർറും മുസ്ഇജ്, പ്രയാസമുണ്ടാക്കുന്ന ഒരു ചൂടുണ്ടാവുകയില്ല. വല ബർദുൻ മുഅ്ലിം, വേദനിപ്പിക്കുന്ന തണുപ്പും ഉണ്ടാവുകയില്ല. ബൽ ഹിയ മിസാജുൻ വാഹിദുൻ ദായിമുൻ സർമദി, എപ്പോഴും ഒരുപോലെ നല്ല കാലാവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ലാ യബ്ഗൂന അൻഹാ ഹിവല, ഇതൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുകയില്ല. നല്ല തണുപ്പിന് ഈ ദുനിയാവിൽ നമ്മൾ എന്ത് വിചാരിക്കും? കുറച്ച് തണുപ്പ് കുറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നല്ല ചൂടിന് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. അതുണ്ടാവില്ല. ലാ യബ്ഗൂന അൻഹാ ഹിവല, അള്ളാഹു പറഞ്ഞ അവരൊരു ഹിവല ആഗ്രഹിക്കുകയില്ല, ഇതൊന്ന് മാറിക്കിട്ടണം എന്നാഗ്രഹിക്കുകയില്ല. മറിച്ച് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അള്ളാഹു അവർക്ക് അവിടെ നൽകുക. അള്ളാഹു പറയുന്നു വദാനിയതൻ അലൈഹിം ളിലാലുഹാ, ബാക്കി എന്താ? വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, വദാനിയതൻ അലൈഹിം ളിലാലുഹാ. ദന എന്നാൽ താഴേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ ലോകത്തിന് എന്തു പേര്? അദ്ദുനിയ, വളരെ താഴ്ന്നതാണ്, തീരെ നിലവാരമില്ലാത്തതാണ് അദ്ദുനിയ. വദാനിയതൻ അലൈഹിം, അവരുടെ മുകളിൽ താഴ്ന്നു വരുന്നു. ളിലാലുഹ, അതിലെ തണലുകൾ. ളിലാൽ, ളില്ലിന്റെ ളിൽ തണൽ, എന്റെ ജമാണ് ളിലാൽ, തണലുകൾ. അവിടുത്തെ തണലുകൾ അവർക്ക് മുകളിൽ താഴ്ന്നു വരികയാണ്. വദുല്ലിലത്, ദില്ലെന്താണ്? ഇസ്സത്തിന്റെ വിപരീതമാണല്ലോ ദില്ലത്ത്. ഇസ്സത്ത് നല്ല അന്തസ്, ഉയർച്ച. ദില്ലത്ത് എന്നാൽ അതന്നെ താഴ്ന്നു വരിക, താണുപോവുക, നിന്ദ്യനായി പോവുക, താഴുക എന്ന അർത്ഥത്തിൽ. ഇവിടെ അതുപോലെ തന്നെ വദുല്ലിലത്, താഴ്ന്നു വരുന്നു. ഖുതൂഫുഹ, ഖുതൂഫ്, ഖതഫ എന്നാൽ പറിച്ചെടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ഖതഫ, ഖുതൂഫ് എന്നാൽ പറിച്ചെടുക്കാനുള്ള പഴങ്ങളാണ് ഇവിടെ ഉദ്ദേശം. പറിച്ചെടുക്കാനുള്ള പഴങ്ങൾ താഴ്ന്നു വരുന്നു. തദ്ലീല, ഒരു താഴ്ന്നു വരൽ, താഴ്ന്നു വരുന്നു അവർക്ക് നേരെ എന്ന് പറഞ്ഞാൽ ഖരീബത്തുൻ ഇലൈഹിം അഗ്സാനുഹ, അവിടുത്തെ അതിവിശിഷ്ടമായ മരങ്ങൾ, അതിന്റെ കൊമ്പുകൾ അവർക്ക് നേരെ താഴ്ന്നു വരും. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, അഥവാ മതാ തആതാഹു ദനൽ ഖത്ഫു ഇലൈഹി വതദല്ല മിൻ അഅല ഗുസ്നിഹി കഅന്നഹു സാമിഉൻ തായിഉൻ. സ്വർഗത്തിലുള്ള ഒരാൾ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു പഴം, അത് വേണമെന്ന് അയാൾ വിചാരിച്ചാൽ അത് ഇയാൾ പറയുന്നത് കേൾക്കുന്നത് പോലെ, അനുസരിക്കുന്നത് പോലെ താഴേക്ക് വരും അത് പറിച്ചെടുക്കാൻ. ചില മുൻഗാമികൾ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്, താബിഇയായ ഇമാം മുജാഹിദ് പറഞ്ഞു വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല ഐ ഇൻ ഖാമ ഇർതഫഅത് ബിഖദ്രിഹി. സ്വർഗത്തിലുള്ള അയാൾ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്നതിന് അടുത്തേക്ക് വരും. വൈൻ ഖഅദ്, ഇരിക്കുകയാണെങ്കിൽ തദല്ലത് ലഹു ഹത്താ യനാലഹ, ഇരിക്കുന്ന സ്ഥലത്തേക്ക് പറിക്കാൻ വരും. വൈനുൽതജ, കിടന്നിട്ടാണെങ്കിൽ തദല്ലത് ലഹു ഹത്താ യനാലഹ, കിടന്നിട്ട് അത് പറിക്കാൻ മാത്രം അടുത്തേക്ക് വരും. ഇമാം ഖതാദ പറഞ്ഞു ലാ യറുദ്ദു ഐദിയഹും അൻഹാ ശൗകുൻ വല ബുഅദുൻ, അതിലെ പഴം പറിക്കാൻ കൈ നീട്ടിയാൽ മുള്ളുകൊണ്ട് കൈ അകറ്റേണ്ടി വരികയില്ല. അകലെയായതുകൊണ്ട് കൈ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വരികയില്ല. അവിടുത്തെ പഴം പറിക്കാൻ ഉദ്ദേശിച്ചാൽ മുള്ളുള്ളത് കൊണ്ട് പറിക്കാതിരിക്കേണ്ടി വരികയില്ല, അകലെ ആയതുകൊണ്ട് പറിക്കാതിരിക്കേണ്ടി വരികയില്ല. അതുപോലെ തന്നെ ചില മുൻഗാമികൾ പറഞ്ഞു ഫമൻ അകല മിൻഹാ ഖായിമൻ ലം യുഅ്ദിഹ്, അവിടെ നിന്നിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊരു പ്രയാസമില്ല. വമൻ അകല മിൻഹാ ഖായിദൻ ലം യുഅ്ദിഹ്, ഇരുന്നിട്ടാണ് കഴിക്കുന്നെങ്കിൽ അത് കഴിക്കാനും ബുദ്ധിമുട്ടില്ല, കഴിച്ചാലും ബുദ്ധിമുട്ടില്ല. വമൻ അകല മിൻഹാ മുൽതജിഅൻ ലം യുഅ്ദിഹ്, കിടന്നിട്ടാണെങ്കിലും ഒരു പ്രയാസവുമില്ല, കഴിച്ചാലും കഴിക്കാനും. അല്ലാഹു പറയുന്നു വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത് ഖവാരീറ
ഖവാരിറ മിൻ ഫിദ്ദത്തിൻ ഖദ്ദറുഹാ തഖ്ദീറാ വയുതാഫു അലൈഹിം. താഫ എന്നാൽ എന്താണ്? താഫ ചുറ്റുക, അതാണ് തവാഫ്. വയുതാഫു ചുറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ പോകുന്നു, അവർക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു. ചുറ്റി വരുന്ന പറഞ്ഞാൽ എല്ലാ ഭാഗത്തുകൂടെയും വരുന്നു. യുതാഫു അലൈഹിം ബി ആനിയത്തിൻ. ആനിയത്ത് എന്നാൽ ഇന, ഇനാഇന്റെ ജംആണ് ആനിയ. ഇന എന്നാൽ പാത്രം, പാത്രത്തിനാണ് ഇന എന്ന് പറയുന്നത്. ബി ആനിയത്തിൻ പാത്രങ്ങൾ, മിൻ ഫിദ്ദത്തിൻ എന്തിന്റെ പാത്രങ്ങളാണ്? ഫിദ്ദയുടെ. ഫിദ്ദ എന്നാൽ വെള്ളി, സ്വർണത്തിന് പറയും ദഹബ്. ദഹബ് സ്വർണം, ഫിദ്ദ വെള്ളി. വെള്ളിയുടെ പാത്രങ്ങൾ അതിങ്ങനെ അവരുടെ നാലു ഭാഗത്തും പോകുന്നു. അക്വാബ്, അക്വാബ് എന്നാൽ കൂബ്, കൂബിന്റെ ജംആണ് അക്വാബ്. കൂബ് എന്താണ്? നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം, നമ്മളിപ്പോൾ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന ഗ്ലാസുകൾ, അതിനെന്ത് പറയും? കൂബ് എന്ന് പറയും. കൂബ്. കാരണം പിടിയോ അത് പിടിക്കാൻ ഒന്നുമില്ലാത്ത കോപ്പ തന്നെയാണ് ശരിക്ക് കൂബ് എന്ന് പറയാം. ഇവിടെ അതാണ് അർത്ഥം. സാധാരണ ചില കപ്പുകൾ ഉണ്ടാവില്ല, അത് പിടിക്കാനൊരു പിടി വേറെ തന്നെ, ഒരു തുമ്പിക്കൈ പോലെ. എന്നാൽ അതൊന്നും ഇല്ലാത്തതിനാണ് കൂബ് എന്ന് പറയാം. അക്വാബിൻ കാനത്ത് ഖവാരീറ, അതെന്തിൻ്റെതാണ്? ഖവാരീറാണ്. ഖവാരീർ എന്നാൽ സ്ഫടികം, അത് ഗ്ലാസിൻ്റെതാണ്. അഥവാ പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളു കാണുന്ന തരത്തിലാണ്, അതാണ് ഖവാരീർ. ഇനി നോക്കൂ, ഈ ലോകത്ത് വെള്ളി ഒരിക്കലും ഖവാരീർ ഈ ലോകത്തിൽ ഉണ്ടാവില്ല. ഈ ലോകത്ത് വെള്ളി എന്തുണ്ടാവില്ല? ഖവാരീറായി ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ വെള്ളി ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അത് ട്രാൻസ്പെറന്റ് അല്ല, അപ്പുറത്ത് കാണൂല. എന്നാൽ ഖവാരീർ എന്ന് പറഞ്ഞാൽ അത് അപ്പുറം കാണുന്നതാണ്, അത് സ്ഫടികം പോലെയാണ്, ഗ്ലാസ് പോലെയാണ്. ഖവാരീറ മിൻ ഫിദ്ദത്തിൻ, അള്ളാഹു പറയുന്നു സ്വർഗത്തിലെ ഫിദ്ദ അത് ഖവാരീറാണ്. ഖവാരീറ മിൻ ഫിദ്ദത്തിൻ ഖദ്ദറൂഹാ തഖ്ദീറാ, അത് ഖദ്ദറൂഹ, അത് അവർ കണക്കാക്കിയിരിക്കുന്നു, അതിലെ പാനീയം കണക്കാക്കിയിരിക്കുന്നു. തഖ്ദീറൻ, ഒരു കണക്കാക്കൽ. അതെന്താണ്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, യുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്, അയതൂഫു അലൈഹിം അൽ ഖദമു ബിഅവാനി തആം, അവരുടെ പരിചാരകർ, അവരുടെ സേവകന്മാർ, സ്വർഗത്തിൽ അവരെ സേവിക്കാൻ ആളുകളുണ്ടാകും. അവരുടെ പഴങ്ങൾ നോക്ക് നിങ്ങൾ, അവർക്ക് ഉദ്ദേശിച്ചാൽ അത് തനിയെ വരും. പക്ഷെ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖദമിനെ വെച്ചിരിക്കുകയാണ്, സേവകന്മാർ. അതെന്തിനാണ്? അവരെ ഇക്റാം ചെയ്യാൻ, അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ്. അൽ ഖദം ബി അവാനി തആം, തആമിന്റെ ഭക്ഷണത്തിന്റെ പാത്രങ്ങളും കൊണ്ട്. വഹിയ മിൻ ഫിദ്ദ, ആ പാത്രങ്ങളാകട്ടെ ഫിദ്ദയുടെയാണ്, വെള്ളിയുടേതാണ്. വഅക്വാബി ശറാബ്, അതുപോലെ കൂബ്. അക്വാബ് എന്നാൽ എന്താണ്? വഹിയൽ കീസാനു അല്ലതി ലാ ഉറാ ലഹാ വലാ ഖറാത്തീം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ലാത്ത പാത്രങ്ങൾ, സാധാരണ നമ്മൾ കുടിക്കുന്ന ഗ്ലാസുകൾ, അതിന് സമാനമാണ് കൂബ്, അക്വാബ്. അതുപോലെ മുൻഗാമികൾ ഈ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞു, ബയാദുൽ ഫിദ്ദതി ഫീ സഫാഇ സുജാജ്, വെള്ളിയുടെ വെളുപ്പ്, വെള്ളിയുടെ നിറം. എന്നാൽ അതെന്താണ്? വെള്ളിയാണ്, പക്ഷെ സുജാജാണ്, ഉള്ളിലേക്ക് നോക്കിയാൽ. വൽ ഖവാരീറു ലാ തകൂനു ഇല്ലാ മിൻ സുജാജ്, ഖവാരീർ എന്നത് ശരിക്ക് സുജാജ് കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല, ഗ്ലാസ് കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. ഫഹാദിഹിൽ അക്വാബു ഹിയ മിൻ ഫിദ്ദ, ഈ അക്വാബ് അത് ഫിദ്ദ കൊണ്ടാണ്, വെള്ളി കൊണ്ടാണ്. വഹിയ മഅ ഹാദാ, അതോടൊപ്പം തന്നെ ഷഫാഫത്തുൻ, ഷഫാഫ എന്നാൽ അത് സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്, അപ്പുറത്തേക്ക് കാണും. യുറാ മാ ഫീ ബാത്തിനിഹാ മിൻ ളാഹിരിഹാ, ഉള്ളിലുള്ളത് പുറത്തു നോക്കിയാൽ കാണും. വഹാദാ മിമ്മാ ലാ നളീറ ലഹു ഫിദ് ദുനിയാ, ദുനിയാവിൽ ഇതുപോലത്തെ വെള്ളി ഇല്ല, ഇങ്ങനത്തെ ഒരു വെള്ളി ദുനിയാവിലില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു ഖദ്ദറുഹാ തഖ്ദീറ, അതവർ തഖ്ദീർ ചെയ്തിരിക്കുന്നു, കണക്കാക്കിയിരിക്കുന്നു. ഐ അലാ ഖദ്രി റിയ്യിഹിം, അലാ ഖദ്രി റിയ്യിഹിം, എത്ര കുടിച്ചാലാണോ നിറയുക, മതിയാവുക, അത്രയാണ് അതിൽ നിറച്ചിട്ടുണ്ടാകുക. അത് കുടിച്ചാൽ ഇനി കുറച്ചെങ്കിലും അധികം വേണമെന്ന് തോന്നുകയില്ല, കൂടിപ്പോവുകയില്ല, കുറഞ്ഞു പോവുക. അതാണ് ഖദ്ദറുഹാ തഖ്ദീറ.
ഇത് മുഖദ്ദറത്തുൻ ബിഹസ്ബി റിയി സാഹിബിഹ, കുടിക്കുന്ന ആൾക്ക് എത്രയാണ് വേണ്ടത് അത്ര. വഹാദാ അബ്ലഗു ഫിൽ ഇഅ്തിനാഇ വശറഫി വൽ കറാമ, ഇത് അങ്ങേയറ്റത്തെ പരിഗണനയാണ്, അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, അങ്ങേയറ്റത്തെ ആദരവാണ്. നമ്മൾ ഭക്ഷണം കൊണ്ടുവച്ചാൽ ഇത് ഒന്നുകിൽ ഇത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഇത് കുറവായിരിക്കും, രണ്ടും ഉണ്ടാവുകയാണ്. എത്രയാണോ ആൾക്ക് അയാളുടെ റീ എന്ന് പറഞ്ഞാൽ നിറയുന്നത്, മതിയാകുന്നത്, അത്രയുമായിരിക്കും ആ കോപ്പകളിൽ നിറച്ചിട്ടുണ്ടാകുക. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞു അലാ ഖദ്രി അകുഫിൽ ഖുദ്ദാം, കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിലും അതെന്തായിരിക്കും, അതിനും കണക്കായിരിക്കും. അവരുടെ കൈകൾ, അവരുടെ ഖുദ്ദാമാകട്ടെ ചെറിയ കുട്ടികളാണ്, അവരുടെ സേവകരാരാണ്, വിൽദാനാണ്, ചെറിയ ചെറിയ ഭംഗിയുള്ള കുട്ടികളാണ്. അവരുടെ കയ്യിൽ അത് കൈക്ക് കണക്കായ അളവിലായിരിക്കും അതുണ്ടാവുക, കോപ്പകൾ ഉണ്ടായിരിക്കും, എന്നാൽ അത് നിറയുന്നതും കൂടിയായിരിക്കും. ഇബ്നു കസീർ പറഞ്ഞു വഹാദാ ലാ യുനാഫിൽ ഖൗലൽ അവ്വൽ, നേരത്തെ പറഞ്ഞതിന് എതിരല്ല ഇത്. കുടിക്കുന്നവർക്കും അത് കറക്റ്റാണ്, കൂടുതലില്ല കുറവില്ല. കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിലും അങ്ങനെ തന്നെയാണ്, അത് വളരെ കണക്കായതാണ്. ഖദ്ദറൂഹാ തഖ്ദീറാ വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത് قوارير من فضة قدروها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ويسقون فيها അവരവിടെ കുടിപ്പിക്കപ്പെടും. ويسقون فيها كأسا كان مزاجها زنجبيلا ويسقون അവരവിടെ കുടിപ്പിക്കപ്പെടും. സഖ എന്നാൽ കുടിപ്പിച്ചു എന്നാണ് അർത്ഥം. സുഖിയ കുടിച്ചു അല്ലെങ്കിൽ കുടിപ്പിക്കപ്പെട്ടു, രണ്ടൊന്നാണ്. യുസ്ഖൗന അവർക്കവിടെ കുടിക്കാൻ നൽകപ്പെടും. ഫീഹ അവിടെ വെച്ച് കഅസൻ, കഅസ് എന്നാൽ കോപ്പ, കുടിക്കാനുള്ള കുടിക്കാനുള്ള പാത്രം, അതിനാണ് കഅസ് എന്ന് പറയാം. യുസ്ഖൗന ഫീഹ കഅസൻ കാന മിസാജുഹ, അതിന്റെ മിസാജ് എന്താണ്, അതിൽ കലർത്തിയിട്ടുള്ളത്. നേരത്തെ കാന മിസാജുഹ കാഫൂറ എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ ഇവിടെ കാന മിസാജുഹ സഞ്ചബീല, അതിൽ സഞ്ചബീലായിരിക്കും കലർത്തിയിട്ടുണ്ടാകുക. സഞ്ചബീൽ എന്താണ്, ഇഞ്ചിക്കാണ് സഞ്ചബീൽ എന്ന് പറയുക. എന്നാൽ സ്വർഗത്തിൽ അതിന്റെ സിഫത്ത്, അതിന്റെ ഗുണം, അതുപോലെ അതിന്റെ രൂപം, അത് അള്ളാഹുവിനാണ് അറിയുന്നത്. ഏറ്റവും നല്ല രൂപത്തിലും ഏറ്റവും നല്ല ഗുണങ്ങൾ നിറഞ്ഞതുമായിരിക്കും അവിടുത്തെ സഞ്ചബീൽ, അതവർക്ക് കുടിക്കാൻ നൽകപ്പെടും. ഇബ്നു കസീർ പറയുന്നു വയുസ്ഖൗന കുടിപ്പിക്കപ്പെടും. യഅനി അൽ അബ്റാർ, ആരാണ് അൽ അബ്റാർ? അബ്റാർ ബിറിന്റെ ആളുകൾ, പുണ്യവാന്മാർ. ഇവർക്ക് മുകളിലാണ് ആര്? അൽ മുഖറബൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അബ്റാർ അവരെക്കാളും മുന്തിയ പദവിയിലാണ് മുഖറബൂൻ ഉള്ളത്. അബ്റാർ താഴെ പദവിയിലുള്ള ആളുകൾ, അവർക്ക് കുടിപ്പിക്കപ്പെടും. ആ പാനീയത്തിന്റെ മിസാജ്, അതിന്റെ കലർപ്പ് സഞ്ചബീലായിരിക്കും. കഅസൻ, ഇവിടെ കഅസ് കൊണ്ട് ഉദ്ദേശം ഖംറൻ, അവിടുത്തെ ഖംറാൻ, സ്വർഗത്തിലെ ഖംറാൻ. കാന മിസാജുഹാ സഞ്ചബീല, അതിന്റെ മിസാജ് സഞ്ചബീലാണ്. ഫതാറതൻ യുംസജു ലഹുമു ശറാബു ബിൽ കാഫൂർ വഹുവ ബാരിദ്, ചിലപ്പോൾ അവർക്ക് കുടിക്കുന്നതിൽ കലർത്തുക കാഫൂറാണ്. കാഫൂർ എന്താണ്? തണുപ്പാണ്. വതാറതൻ ബിൻ സഞ്ചബീൽ, ചിലപ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്താണ്? സഞ്ചബീലാണ്. വഹുവ ഹാറുൻ, അതെന്താണ്? ചൂടാണ്. ആ കലർത്തത് ചൂടാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ച് ചില ചൂടുള്ളത് കുടിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ച് ചില തണുപ്പുള്ളത് കുടിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. പക്ഷെ ദുനിയാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൂടുള്ള ഭക്ഷണം, ചൂടുള്ള പാനീയം, അതിൽ ബർക്കത്ത് കുറവാണെന്നാണ്. ചൂട് പോയാലാണ് അതിൽ ബർക്കത്ത് ഉണ്ടാവുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ചില സഹാബത്ത് അവർ ചൂടുള്ള ഭക്ഷണം കൊടുത്താൽ അവർ കഴിക്കാറുണ്ടായിരുന്നില്ല. അവർ പറയും, ഞങ്ങൾക്ക് അല്ലാഹ് തീയല്ല തിന്നാൻ തന്നത് എന്ന് പറയും. അപ്പോൾ ഒരാൾ ചൂടുള്ള കഴിക്കൽ
ഹറാമാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. ഒരാൾ ചൂടുള്ള ഭക്ഷണം കഴിച്ച ആൾക്ക് കുറ്റുണ്ട് എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ ചൂടുള്ളതിൽ ബറക്കത്ത് കുറയും. ചൂട് പോയാലാണ് അതിൽ ബറക്കത്തുണ്ടാവുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ നോക്കൂ, സ്വർഗത്തിൽ അള്ളാഹു ഇത് രണ്ടും കലർത്തി കൊടുക്കും. ഇവിടുത്തെ അവസ്ഥയല്ല സ്വർഗത്തിൽ. കാഫൂർ തണുപ്പാണ്, അത് ചിലപ്പോൾ കലർത്തും. ചിലപ്പോൾ സഞ്ചബീൽ കലർത്തും, അത് ചൂടാണ്. ലിയഅ്തദിലൽ അംർ, രണ്ടും ഒരുപോലെ കിട്ടാൻ. വഹൗലായി യുംസജു ലഹും മിൻ ഹാദാ താറതൻ വമിൻ ഹാദാ താറ. അബ്റാറിന് ഇത് കലർപ്പായി, ഇത് ചേരുവയായി കൊടുക്കും, കാഫൂറും സഞ്ചബീലും. വഅമ്മൽ മുഖറബൂൻ, എന്നാൽ മുഖറബൂൻ ഇവരെക്കാളും മുന്തിയ പദവിയിലുള്ള മുഅ്മിനുകൾ, ഫഇന്നഹും യശ്റബൂന മിൻ കുല്ലി മിൻഹുമാ സർഫാ, അവരതെങ്ങനെയാണ് കുടിക്കുക? അവർക്കതിന്റെ അരുവിയാണ് ഉണ്ടാവുക. താഴെയുള്ള ആളുകൾക്ക് ഇത് ചേരുവയാണ്, എന്നാൽ മുകളിലുള്ള ആളുകൾക്ക് അതിന്റെ അരുവികളുടെ ഉടമസ്ഥരായിരിക്കും. അവരുദ്ദേശിക്കുന്നത് പോലെ അതൊഴുകും. അതുകൊണ്ടാണ് അടുത്ത ആയത്ത് നോക്കി നിങ്ങൾ എന്താ പറഞ്ഞത്? ഐനൻ. ആദ്യം തന്നെ എന്താ പറഞ്ഞത്? ഐനൻ. നേരത്തെ പറഞ്ഞതുപോലെ കാഫൂറിന്റെ കാര്യം പറഞ്ഞ ആയത്ത് നോക്കുക, കഴിഞ്ഞ പേജിലുള്ളത്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. അടുത്ത ആയത്ത് തുടങ്ങിയത് എങ്ങനെ? ഐനൻ. ഐനൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് താഴെയുള്ള ആളുകൾക്ക് അത് മിസാജാണ്, ചേരുവയാണ്. മുകളിലുള്ള ആളുകൾക്ക് അത് ഐനാണ്, അരുവിയാണ്. അത് തന്നെയാണ് സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്തിലുള്ളത്. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം. മിസാജുഹു മിൻ തസ്നീം, അതിന്റെ ചേരുവ തസ്നീമായിരിക്കും. അതാർക്കാണ്? അബ്റാറിന്. അടുത്ത ആയത്ത് എന്താ? ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. 3 സ്ഥലത്ത് നോക്ക്, മിസാജ് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ എന്താ തുടങ്ങിയത്? തന്നെ ഐനൻ. ഐനൻ. ഇവിടെ നോക്കൂ, ഐനൻ ഫീഹാ തുസമ്മ സൽസബീല. ഈ സഞ്ചബീലിന്റെ അരുവിയുടെ പേരെന്താണ് സ്വർഗത്തിലെ? തുസമ്മ, അതിന്റെ പേര് സൽസബീല. സൽസബീൽ എന്നാകുന്നു. സ്വർഗത്തിലെ വിശിഷ്ടമായ ഒരു ഐനിന്റെ അഥവാ ഒരു അരുവിയുടെ പേരാണ് സൽസബീൽ. അതിനങ്ങനെ പേര് വരാനുള്ള കാരണം എന്താണ്? ആ പേരിന്റെ അർത്ഥം ലിസലാസതി സൈലിഹ, അതത്രയും ഭംഗിയിൽ ആണത് ഒഴുകുക. അതിന്റെ ഒഴുക്ക് അത്രയും നല്ലൊരു ഒഴുക്കാണ്. സ്വർഗത്തിലൂടെയുള്ള അതിന്റെ ഒഴുക്കും കുടിച്ചാൽ തൊണ്ടയിലൂടെയുള്ള ഒഴുക്കും രണ്ടും ഒരുപോലെയാണ്. രണ്ടും എന്താണ്? വളരെ വളരെ നല്ല ഒഴുക്കാണ്. അതുകൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്? സൽസബീൽ. ഐനം ഫീഹാ തുസമ്മ സൽസബീല. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.